കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലും റായ്ബറേലിയിലും മത്സരിച്ച രാഹുൽ ഗാന്ധി 2 മണ്ഡലങ്ങളിൽ നിന്നും വൻപിച്ച ഭൂരിപക്ഷത്തോടെയാണ് വിജയിച്ചത്. റായ്ബറേലിയിലെ ഭൂരിപക്ഷം യുപിയിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷമാണ്. മാത്രമല്ല വയനാട്ടിൽ ലഭിച്ച ഭൂരിപക്ഷത്തെക്കാളും അധികവും. പ്രധാനമന്ത്രി മോദിയാകട്ടെ ഭൂരിപക്ഷം 1/3 താഴെയായി കുറഞ്ഞ് വെറും 1.5 ലക്ഷത്തോളം വോട്ടുകൾക്ക് മാത്രമാണ് വിജയിച്ചത്. രാഹുൽ ഗാന്ധിക്ക് ഇതിൽ ഒരു സീറ്റ് ഒഴിയേണ്ടി വരും. ഇപ്പോൾ അതിന്റെ കാര്യത്തിൽ വ്യക്തമായ തീരുമാനമായതായി വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നും സൂചന. കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് രാഹുൽ ഗാന്ധി റായ്ബറേലി നിലനിർത്തി വയനാട് സീറ്റ് ഒഴിയാൻ തീരുമാനമായതായി അറിയുന്നു. കേരളത്തിലെ നേതാക്കളുടെ ആവശ്യം രാഹുൽ വയനാട് നിലനിർത്തണമെന്നായിരുന്നു. എന്നാൽ ഏത് ബുദ്ധിയിലാണ് അവർ ഈ ആവശ്യം ഉന്നയിച്ചതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. കോൺഗ്രസിന് വളരെ ശക്തി നഷ്ടപ്പെട്ട ഹിന്ദി ഹൃദയഭൂമിയിൽ ആണ് വലിയ ഉയർച്ച ആവശ്യമായുള്ളത്. ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കരുത്തനായ നേതാവായി രാഹുൽ ഗാന്ധി വളർന്നിരിക്കുകയാണ്. എന്നാൽ പാർട്ടിക്കുണ്ടായ വലിയ ശക്തിക്ഷയം ഒന്നുകൊണ്ട് മാത്രമാണ് വലിയ തോതിൽ തിരിച്ചു വരാൻ ഈ സാഹചര്യത്തിലും കഴിയാതിരുന്നത്. ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായി ഉത്തരേന്ത്യയിലെങ്ങും വികാരം ഉണർന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഫലപ്രാപ്തിയിലെത്തിക്കാൻ രാഹുൽ ഉത്തരേന്ത്യയിലുടനീളം പ്രവർത്തിക്കേണ്ടത് സാഹചര്യത്തിന്റെ ആവശ്യമാണ്. യുപിയിലെയും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെയും നേതാക്കളുടെ ആവശ്യവും രാഹുൽ നിർബന്ധമായും റായ്ബറേലിയിലെ സീറ്റ് നിലനിർത്തണം എന്നുള്ളതാണ്. അങ്ങനെ കോൺഗ്രസ് പാർട്ടിക്ക് ഉത്തരേന്ത്യയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന അനുകൂല സാഹചര്യം മുതലെടുത്ത് ഉത്തരേന്ത്യയിലെങ്ങും പാർട്ടിയുടെ തിരിച്ചുവരവിനായി റായ്ബറേലി നിലനിർത്താൻ എടുത്തിരിക്കുന്ന ഈ തീരുമാനം ശക്തി പകരുമെന്ന് ഉറപ്പാണ്.